അക്കാലത്ത് സിനിമയിലേക്ക് കടന്നു വരികയും ധാരാളം പ്രതീക്ഷ നൽകിയിരുന്ന ഒരു യുവനടനായിരുന്ന ജയറാമിൻ്റെ പ്രണയം തുടങ്ങുന്ന സമയത്തുള്ള ഒരു ഗാനമാണിത്. പിൽക്കാലത്ത് ഞാൻ ജയറാമിന് വേണ്ടി ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ജയറാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു പ്രണയഗാനമാണ്. എനിക്ക് തോന്നുന്നു പലരുടെയും ആദ്യകാല പ്രണയങ്ങളുടെ പുറകിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ശക്തി പകർന്നിരുന്ന ഒരു ഗാനമായിരുന്നിരിക്കണം ഒന്നാം രാഗം പാടി. പിന്നെ രണ്ടാമത്തെ പാട്ട് മേഘം പൂത്തു തുടങ്ങി. അപ്പോൾ അതിന് എൻ്റെ അടുക്ക പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഈ മോഹൻലാൽ കടലിൽ നിന്നിങ്ങനെ വരികയാണ്, ഓടി ഇങ്ങനെ വരുന്ന ഒരു ഇതാണ് അത്. അവിടുന്ന് അതിൻ്റെ ആ പാട്ട് തുടങ്ങണം. സീക്വൻസുള്ള ഷോർട്സ് എല്ലാം ഞങ്ങളെ കാണിച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. ലാസ്റ്റാണ് ഫിലിമിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് പാട്ട് റെക്കോർഡിങ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എന്തെല്ലാം വരുന്നു അത് മുഴുവൻ ഞങ്ങളെ 2-3 ദിവസം മുമ്പേ സ്റ്റുഡിയോയിലിട്ട് തന്നു. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഹമ്മിങ് ഞാൻ ഒന്നുകൂടെ ഇംപ്രവൈസ് ചെയ്തു. എന്നുവെച്ചാൽ അത് ആ തിരമാലകളിൽ അതേപോലെ റിതമാറ്റിക്കായിട്ട് വരണം. ദാസൻ്റെ വോയിസിൽ അത് വന്നു. അതിന് മീതെ നമുക്ക് അത് എങ്ങനെ പാടിയെന്ന് ഇപ്പോഴും എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. അദ്ദേഹം മധുരമായിട്ടാണ് പാടിത്തന്നത്. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി, നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിൻ്റെ കർണാടക സംഗീതത്തിലുള്ള പാടവം എന്നതിനേക്കാൾ ഉപരിയായി ഒരു വ്യത്യസ്തമായ സിനിമയ്ക്ക് ഇണങ്ങുന്ന ഏറ്റവും വ്യത്യസ്തമായ ട്യൂണുകൾ അല്ലെ ഏറ്റവും വ്യത്യസ്തമായ ഗാനങ്ങൾ എന്നുള്ള രീതിയിലാണ് ആസ്വാദകർക്ക് ലഭിച്ചത്. അപ്പോൾ മേഘം പൂത്തു തുടങ്ങി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കർണാടക സംഗീതജ്ഞനാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തതെന്ന് ഒരു പക്ഷേ തോന്നില്ല. അത്രയും സിംപ്ലിസിറ്റി അല്ലെങ്കിൽ പെരുമ്പാവൂർ സാറിൻ്റെ മുൻപ് കേട്ടിട്ടുള്ള ലളിതഗാനങ്ങൾ, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പല ലളിതഗാനങ്ങളും വളരെ പ്രശസ്തമായിരുന്നു, നമ്മൾക്ക് എല്ലാവരുടെയും ചുണ്ടിലുള്ളതാണ്, മനസ്സിലുള്ളതാണ്. അപ്പോൾ ആ പാട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആ സിനിമയുടെ സിറ്റുവേഷൻ ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ വളരെ ചടുലമായ താളത്തിൽ ഉള്ളൊരു കമ്പോസിഷനാണ് പെരുമ്പാവൂർ സാറ് ഈ പാട്ട് നിർവഹിച്ചിരിക്കുന്നത്. കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു.